പ്രിയങ്കരനായ അധ്യക്ഷൻ KPCC പ്രസിഡന്റ് ശ്രീ MM ഹസൻ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കർണാടകത്തിൻ്റെ ചുമതലക്കാരനായി, കർണാടക എന്ന് പറഞ്ഞാൽ 2019 മുൻപുള്ള കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികളുടെ പോരാട്ട ഭൂമിയാണ്. ആ പോരാട്ട ഭൂമിയുടെ ചുമതലക്കാരനായി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി നിയമിച്ച ശ്രീ KC വേണുഗോപാൽ, ഏറ്റവും ബഹുമാനായ ശ്രീ K ശങ്കരനാരായണൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ലാൽ വർഗീസ്, ശ്രീ വിജയരാഘവൻ, ഏറ്റവും ആദ്യം പറയേണ്ട പേര് ഞാൻ അവസാനം പറയുകയാണ്, ശ്രീ ശ്രീകണ്ഠൻ. അദ്ദേഹമാണ് ഈ കർഷക രക്ഷാ സമരത്തിൻ്റെ ഊർജം. കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ നെൽകർഷകർ, നാളികേര കർഷകർ, റബ്ബർ കർഷകർ, കാപ്പി കർഷകർ, തേയില കർഷകർ, ഇഞ്ചി കർഷകർ തുടങ്ങിയ എല്ലാ കാർഷിക മേഖലയിലെയും അവശത അനുഭവിക്കുന്ന കൃഷിക്കാരുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള സമരകാഹളം മുഴക്കുവാൻ തെരഞ്ഞെടുത്ത പാലക്കാടിൻ്റെ ഈ സമ്മേളനം സംഘടിപ്പിക്കാനുള്ള ചുക്കാൻ അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചത്. ഇന്നലെ വൈകിട്ട് ഞാൻ കോഴിക്കോട് നിന്നും ശ്രീകണ്ഠനെ വിളിച്ചു. നമുക്ക് 5 മണിക്ക് പരിപാടി തുടങ്ങണം, ഇല്ലെങ്കിൽ ഞാൻ നെടുമ്പാശ്ശേരിയിലെത്തുമ്പോൾ എന്നെ കയറ്റാതെ വിമാനം തിരുവനന്തപുരത്തേക്ക് പോകും, ഞാൻ വഴി കിടക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു 5 മണിക്ക് തുടങ്ങാം. പക്ഷേ കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ മുഴുവൻ മഴയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മഴ കൃഷിക്കാർക്ക് നല്ലതല്ലേ, പക്ഷെ നാളെ വൈകുന്നേരം കുഴപ്പമൊന്നുണ്ട് ഉദാഹരണം പറഞ്ഞു. എനിക്ക് തോന്നുന്നത് പുതിയ DCC പ്രസിഡന്റ് ശ്രീകണ്ഠൻ മഹാഭാഗ്യവാനാണ്. ഇതൊരു നല്ല ലക്ഷണമാണ്, ഈ തുടക്കമാണ്. അദ്ദേഹം സ്വാഗത പ്രസംഗത്തിൽ ശ്രീ ബാലേട്ടനെ അനുസ്മരിച്ചു. ബാലേട്ടൻ്റെ കാലത്തെ പോലെ 77 പോലെ പഴയ പ്രതാപത്തോടുകൂടി പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് നയിക്കുവാൻ അദ്ദേഹത്തിന് സാധ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ശ്രീകണ്ഠൻ്റെ സ്വാഗത പ്രസംഗം കേട്ടപ്പോഴാണ് ഒരു കാര്യം ഞാൻ